മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായി അബ്രാഹം ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിനെ കോടാലി വച്ചു കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയും. മരങ്ങൾക്കും ഓർമ്മകളുണ്ട്. ഒരു മരം എത്ര വർഷം ജീവിച്ചുവെന്നറിയാൻ അതിൻ്റെ തടിയിലേക്ക് നോക്കിയാൽ മതി. അവിടെ കടന്നുവന്ന വർഷങ്ങളുടെ രേഖ പോലെ വലയങ്ങൾ കാണാനാവും. ഓരോ വലയവും ഒരിക്കൽ അനുഭവിച്ച സമൃദ്ധിയുടെയും വരൾച്ചയുടെയും അടയാളങ്ങളാണ്. ഒരടയാളത്തെയും ആ മരം മായ്ച്ചു കളയുന്നില്ല. ഒരുപക്ഷെ മനുഷ്യൻ്റെ പക്വതയുടെ അടയാളവും അതുതന്നെയാണ്. ജീവിതത്തിലെ ചില നേരങ്ങൾ മറക്കാനായിരിക്കും നമുക്കിഷ്ടം. പക്ഷേ അവയെ മായ്ച്ചു കളഞ്ഞാൽ നമ്മുടെ ജീവിതകഥയിലെ ചില അധ്യായങ്ങൾ നഷ്ടപ്പെടും. അവയില്ലാതെ ഇന്നത്തെ നമ്മളെ വായിച്ചെടുക്കാനാവില്ലല്ലോ. സ്തുതിയായിരിക്കട്ടെ. മരങ്ങൾക്കും ഓർമ്മകളുണ്ട്. ഒരു മരം എത്ര വർഷം ജീവിച്ചുവെന്നറിയാൻ അതിൻ്റെ തടിയിലേക്ക് നോക്കിയാൽ മതി. ഒരു മൺപാത്രം ലയണൽ ആന്ദ്രസ് മെസ്സി. അർജന്റീനയിലെ റൊസാരിയോയുടെ പൊടി പിടിച്ച തെരുവുകളിൽ ഒരു ചെറിയ പയ്യൻ ഫുട്ബോൾ സ്വപ്നം കണ്ട് നടക്കുന്നു. പക്ഷേ ആ സ്വപ്നത്തിന് മുന്നിൽ പെട്ടെന്ന് ഒരു വലിയ മതിൽ ഉയരുന്നു. മെസ്സിക്ക് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന രോഗം കണ്ടെത്തി. ശരീരം വേണ്ട രീതിയിൽ വളരുന്നില്ല. ചികിത്സയ്ക്ക് പണമില്ല. അനേകർ കരുതി ഇവന്റെ ഫുട്ബോൾ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിച്ചുവെന്ന്. ലോകം അവന്റെ ജീവിതത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. പക്ഷെ ദൈവം അതിനെ ഒരു കോമയാക്കി മാറ്റുകയായിരുന്നു. പരാജയങ്ങൾക്കിടയിലും അവൻ പന്ത് തട്ടിക്കൊണ്ടേയിരുന്നു. പരിഹാസങ്ങൾക്കിടയിലും അവൻ സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ലോകം ഒരിക്കലും ഫുട്ബോൾ കളിക്കില്ലെന്ന് പറഞ്ഞ കാലുകൾ കൊണ്ട് ലോകം മുഴുവനും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച കാലുകളായി മാറി. 2022 അറബ് മണ്ണിൽ ലോകം വിധി എഴുതിയ അതേ കാലുകൾ കൊണ്ട് അവൻ ലോകകപ്പ് ഉയർത്തി അതിൽ ചുംബിച്ചു. ആ നിമിഷം ഒരു കിരീട വിജയം മാത്രമായിരുന്നില്ല, അത് പ്രത്യാശയുടെ വിജയമായിരുന്നു. ലോക ഫുട്ബോളിന്റെ മിശിഹ എന്ന് ആരാധകർ വിളിക്കുന്ന ലയണൽ മെസ്സി നമുക്കെല്ലാവർക്കും ഒരു സന്ദേശം നൽകുന്നുണ്ട്. ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു തിരിച്ചടി ഉണ്ടെങ്കിൽ അത് കഥയുടെ അവസാനമല്ല. ദൈവം ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ നിന്റെ കഥ അവസാനിച്ചിട്ടില്ല. ബിക്കോസ് ഗോഡ് ഈസ് സ്റ്റിൽ റൈറ്റിംഗ് യുവർ സ്റ്റോറി. ദമ്പതികളായിരുന്നു മാർക്കും സൂസനും. ജീവിതത്തെ അത്ര സന്തോഷത്തോടെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയത്. എല്ലാം ഒരുമിച്ച് ചെയ്തു, പരസ്പരം സഹായിച്ചും അവരിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അവരുടെ ജീവിതത്തിലെ കുഞ്ഞു കാര്യങ്ങൾ പോലും അവരെ സന്തോഷിപ്പിച്ചു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അതിന് വേറെ ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു. സൂസന് തൻ്റെ കാഴ്ച നഷ്ടപ്പെടാൻ തുടങ്ങി.
അപ്പോൾ ഡോക്ടേഴ്സ് മാർക്കിനോട് പറഞ്ഞു, സൂസന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അത് മെല്ലെ പൂർണ്ണമായും നഷ്ടപ്പെടും. സൂസന് സങ്കടമായി. ഇനി എങ്ങനെ തൻ്റെ ജീവിതം മുമ്പോട്ട് പോകുമെന്നുള്ള അഗാധമായ സങ്കടം. ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ചെയ്യാൻ സൂസൻ നല്ലതുപോലെ ബുദ്ധിമുട്ടി. നടക്കാനും പാചകം ചെയ്യാനും മറ്റുള്ളവരെ ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ സൂസന് ബുദ്ധിമുട്ടായി തുടങ്ങി. മെല്ലെ സൂസന്റെ കോൺഫിഡൻസ് ഇങ്ങനെ കുറയുന്നത് പോലെയൊക്കെ തോന്നി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മാർക്ക് സൂസനൊരു ഉറപ്പ് നൽകി. നീ ഒരിക്കലും തനിച്ചാകില്ല, നീ ഓഫീസിൽ പോകണം, നിന്നെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വിടാം, എല്ലാ ദിവസവും നിന്നെ ഞാൻ അവിടെ കൊണ്ടുവിടാം. രാവിലെ മാർക്ക് സൂസന്റെ കൈ പിടിച്ച് ബസ് സ്റ്റേഷനിലെത്തും. അവൾ സുരക്ഷിതയായി ഇരിക്കുന്നുവെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അയാൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഒരു ദിവസം മാർക്ക് സൂസനോട് പറഞ്ഞു, നീ ഇനി ഇതെല്ലാം തന്നെ ചെയ്തു പഠിക്കണം, എപ്പോഴും എങ്ങനെയാണ് നിന്റെ കൂടെ ഞാൻ വരുന്നത്? സൂസന് പെട്ടെന്ന് സങ്കടമായി. പക്ഷെ മാർക്ക് പറഞ്ഞു, നീ വളരെ ശക്തയാണ്, നിനക്കിതൊക്കെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ബസ് സ്റ്റേഷനിലേക്ക് മാർക്ക് പോകുന്നതൊക്കെ അവസാനിപ്പിക്കുന്നു. സൂസൻ തന്നെ ഓഫീസിലേക്ക് യാത്ര തുടങ്ങി. പക്ഷേ സൂസന് നല്ല ഭയം ഉണ്ടായിരുന്നു. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുമെന്നുള്ള ഭയം. പക്ഷേ അവൾ മാർക്കിന്റെ ആ വാക്കുകളിൽ വിശ്വസിച്ചു. അവൾ അതെല്ലാം തന്നെ ചെയ്യാൻ തുടങ്ങി. തനിയെ ബസ്സിൽ കയറാൻ തുടങ്ങി, തനിയെ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പഠിച്ചു, സീറ്റിലിരിക്കാൻ പഠിച്ചു. അങ്ങനെ എല്ലാം തനിയെ ചെയ്തു പഠിച്ചു. അങ്ങനെ അവൾക്ക് കോൺഫിഡൻസ് കിട്ടുകയാണ്. കാഴ്ചയില്ലെങ്കിലും എല്ലാം വളരെ കോൺഫിഡൻ്റ് ആയി അവൾ പഠിച്ചു. അങ്ങനെ അവൾ ഒരു തുണയുമില്ലാതെ തനിയെ നിൽക്കുന്ന ഒരു സ്ത്രീയായി മാറി. വർഷങ്ങൾ കടന്നുപോയി. ഒരിക്കൽ ബസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ സ്ഥിരം കയറുന്ന ബസ് ഓടിക്കുന്ന ഡ്രൈവർ അവളോട് പറഞ്ഞു, നീ ഒരു ഭാഗ്യവതിയായ സ്ത്രീയാണ്. അപ്പോൾ സൂസൻ പറഞ്ഞു, ഞാനൊരു അന്ധയല്ലേ? അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, എല്ലാ ദിവസവും ഒരു മനുഷ്യൻ നിന്നെ പിന്തുടരുന്നുണ്ട്. എല്ലാ ദിവസവും അയാൾ ഉറപ്പുവരുത്തും നീ കൃത്യമായ സീറ്റിലാണ് ഇരിക്കുന്നത്, നീ കൃത്യമായാണ് സ്റ്റെപ്പുകൾ വെക്കുന്നത്, നീ ഓഫീസിൽ എത്തുന്നത് വരെ അയാൾ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. നീ ഓഫീസിൽ എത്തിക്കഴിയുമ്പോഴാണ് അയാൾ അവിടം വിട്ടു പോകുന്നത്. സൂസന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകുന്നു. കാരണം അത് മാർക്കായിരുന്നു. യഥാർത്ഥ സ്നേഹം പലപ്പോഴും നിശബ്ദമായിരിക്കും. അദൃശ്യമായി നമ്മളെ പിന്തുടരുന്ന എത്രയോ സ്നേഹങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി അദൃശ്യമായി പിന്തുടരുന്ന അഗാധമായ സ്നേഹങ്ങൾ. ഒത്തിരി സന്തോഷത്തോടെ ജീവിച്ച ദമ്പതികളായിരുന്നു മാർക്കും. വയോധികയെ ലൈംഗിക ജയിലിൽ കഴിയുന്ന ഒരു കുറ്റവാളിക്ക് നമ്മളെ തളർത്തുന്ന ബന്ധങ്ങളിൽ തൂങ്ങിക്കിടക്കുന്നത് കയ്യിൽ മുറിവേൽക്കുന്ന തരത്തിൽ ഒരു കല്ല് മുറുകെ പിടിക്കുന്നത് പോലെയാണ്. എത്ര ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും തോറും അത്രയും അത് മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കും, വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ആ പിടുത്തം വിട്ടാൽ ആ കല്ല് താഴെ വീഴും, മുറിവുണങ്ങും, വേദന മാറും. പക്ഷേ നമ്മൾ ഭയപ്പെടുകയാണ്, നമ്മളെ ഏറെ മുറിവേൽപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ആ കല്ല് നമുക്ക് നഷ്ടപ്പെടുമോ എന്ന്. നമ്മുടെ സന്തോഷത്തെക്കാൾ കൂടുതൽ സങ്കടങ്ങൾ നൽകുന്ന, നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന, നമ്മളെ ഒരിക്കൽ പോലും ബഹുമാനിക്കാത്ത അത്തരം ടോക്സിക് ഇടങ്ങളിൽ നിന്നും നമ്മൾ മെല്ലെ പടിയിറങ്ങിപ്പോരുക. അവിടെ ബഹളങ്ങളോ പരാതികളോ ഒന്നും വേണ്ട, മനോഹരമായ ഒരു മൗനം മാത്രം മതി. നമ്മൾ നമ്മൾക്കായി ജീവിക്കാൻ തുടങ്ങുക. നമ്മളെ ചേർത്ത് പിടിക്കുന്നവരോടും നമ്മളെ ബഹുമാനിക്കുന്നവരോടും നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നവരോടുമൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക. കുറച്ചു സമയം നിശബ്ദമായി ധ്യാനിച്ചിരിക്കുക. ഉള്ളിലെ ശബ്ദം കേട്ടു തുടങ്ങിയാൽ പുറത്തെ ബഹളങ്ങളൊന്നും നമ്മളെ ബാധിക്കുകയില്ല. ഇനി നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന ആ കൈയൊന്ന് വിട്ടുനോക്കൂ. നമ്മളെ ഏറെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മളെ ഏറെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കല്ല് താഴെ വീഴട്ടെ. അപ്പോൾ മുറിവുണങ്ങും, വേദനകൾ മാറും. അപ്പോൾ മാത്രമേ നമ്മുടെ കൈകൾക്ക് പുതിയൊരു വസന്തത്തെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. സ്വയം സ്നേഹിച്ചു തുടങ്ങുക. ലോകത്തെ നോക്കി പുഞ്ചിരിക്കുക. തീർച്ചയായും ലോകം നമ്മളെയും സ്നേഹിക്കും. എപ്പോഴും ഓർക്കുക, നമ്മുടെ സമാധാനം നശിപ്പിക്കാൻ ആർക്കും നമ്മൾ അധികാരം നൽകരുത്. ജീവിതം ഒന്നേയുള്ളൂ, അത് മനോഹരമായി തന്നെ ജീവിച്ചു തീർക്കും. നമ്മളെ
ഒരു ചിന്ത. നിരവധി സർക്കാർ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള IAS ഉദ്യോഗസ്ഥനായ ഡോക്ടർ ഡി ബാബു പോൾ ഒരു പ്രോഗ്രാമിന് 3 ഉദ്യോഗസ്ഥരാൽ അനുഗമിക്കപ്പെട്ടവനായി അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു മേശയുടെ ചുറ്റും ആളുകൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് ഒരാൾ വളരെ ക്ലേശിച്ച് എഴുന്നേൽക്കുവാൻ ശ്രമിക്കുന്നത് അദ്ദേഹം അനേകം മീറ്റിങ്ങിൽ പ്രസംഗിച്ചിട്ടുള്ളത് കൊണ്ടും ഒരുമാതിരി പ്രസിദ്ധനാവുകയാലും തന്നെ കണ്ടപ്പോൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് തന്നോടുള്ള ബഹുമാനം കൊണ്ടാണെന്ന് കരുതി ബാബു പോൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ദേഷ്യം കലർന്ന ഈർഷ്യയോടെ അയാൾ ചോദിച്ചു, അതെന്താ, എനിക്ക് മൂത്രമൊഴിക്കുവാൻ പോകാൻ പാടില്ലേ എന്ന്. ഇത് ബാബു പോൾ തന്നെ പറഞ്ഞ ഒരു അനുഭവം. നാം ഏതെല്ലാം വിധത്തിലാണ് മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുക? മറ്റുള്ളവരെ മാത്രമല്ല, നാം നമ്മെ തന്നെ എത്രമാത്രം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നാം വലിയ ഉന്നതരാണ് എന്ന് നാം നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. മറ്റുള്ളവരെക്കാൾ എന്ത് ഔന്നിത്യമാണ് നമുക്ക് കൂടുതലുള്ളത്? നാം ശ്രേഷ്ഠരാണെന്ന തെറ്റിദ്ധാരണ കാരണമാണ് നാം മറ്റുള്ളവരെയും തെറ്റിദ്ധരിക്കുവാൻ ഇടയാകുന്നത്. നാമും നമ്മുടെ മഹത്വവും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കിയാൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും സഹജീവികളെക്കുറിച്ചുമുള്ള പല തെറ്റിദ്ധാരണകളും മാറും. നമുക്ക് ഈ ലോകത്തിലുള്ള സ്ഥാനം പോലെയാണ് എല്ലാവർക്കും ഈ ലോകത്തിലുള്ള സ്ഥാനം. നമ്മെപ്പോലെ വിലയുള്ളവരാണ് മറ്റുള്ള എല്ലാവരും. നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളും സമ്പത്തും നമ്മുടെ ആരുടെയും ആഹാത്മ്യം കൊണ്ട് ഉണ്ടായിട്ടുള്ളതല്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് എന്ന് ചിലർ പറഞ്ഞേക്കും. പക്ഷെ അതിനുള്ള കഴിവും സാഹചര്യങ്ങളും ദൈവത്തിൻ്റെ ദാനം തന്നെയാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള അവസരങ്ങൾ പോലെ അവസരങ്ങൾ ലഭിച്ചിട്ടില്ലാത്ത അനേകർ ഈ ലോകത്തിലുണ്ട്. അവരെ കരുതുവാനുള്ള ബാധ്യതയും നമുക്കുണ്ട് എന്നത് ആരും വിസ്മരിക്കാവതല്ല. നമ്മുടെ കഴിവുകളും അവസരങ്ങളും പോലെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും നാം നിറവേറ്റേണ്ടതാണ് എന്ന് ബോധ്യമാണ് നമുക്ക് ആവശ്യം. ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തതും വലിയ തെറ്റിദ്ധാരണ തന്നെയാണ്. യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും മറ്റുള്ളവരുടെ നന്മയ്ക്കായി ജീവിക്കേണ്ടവരാണ്. ഒരു ചിന്ത. സ്ഥിരമായി ആടുകളെ മോഷ്ടിച്ചിരുന്ന കള്ളനെ നാട്ടുകാർ തൊണ്ടി സഹിതം പിടികൂടി. നാട്ടുനടപ്പനുസരിച്ച് കുറ്റവുമായി ബന്ധപ്പെട്ട ചിഹ്നം കുറ്റവാളിയുടെ നെറ്റിയിൽ പച്ചകുത്തും. ആയുസ് മുഴുവനും അയാൾ അത് പേറി നടക്കണമായിരുന്നു. ആടുമോഷ്ടാവിൻ്റെ നെറ്റിയിൽ എസ് എന്ന ഇംഗ്ലീഷ് അക്ഷരമാണ് പതിച്ചത്. ആടിനെയോ മോഷണത്തെയോ സൂചിപ്പിക്കാനാകാം അങ്ങനെ ചെയ്തത്. നാട്ടിൽ ഒറ്റപ്പെട്ട അയാൾ ആടുകളുടെ കൂടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ച് ഒരു ആടുവളർത്തൽക്കാരനായി തീർന്നു. ആട് വളർത്തി കിട്ടിയ ഈ ലാഭം ഉപയോഗിച്ച് അയാൾ പുണ്യങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ചെയ്യാൻ ആരംഭിച്ചു. മക്കളും കൊച്ചുമക്കളുമായി അയാൾ ജീവിതം പുണ്യങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ചെയ്യാൻ ആരംഭിച്ചു. മക്കളും കൊച്ചുമക്കളുമായി അയാൾ ജീവിതം ശ്രേഷ്ഠമാക്കി. ഒരിക്കൽ കൊച്ചുമകൻ ചോദിച്ചു, വല്യപ്പൻ്റെ നെറ്റിയിൽ എന്താണ് എസ് എന്ന അക്ഷരം പച്ച കുത്തിയിരിക്കുന്നത്? വല്യമ്മച്ചിയാണ് അതിന് മറുപടി പറഞ്ഞത്. അത് വിശുദ്ധൻ സെയിൻറ്റ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് കുഞ്ഞെ. അവർ പറഞ്ഞു, പുണ്യവാന്മാർ തെറ്റ് ചെയ്തിട്ടുള്ളവരാകാം, എന്നാൽ അതൊരു പഴയ കഥയാക്കി മാറ്റാം. തെറ്റ് ചെയ്തിട്ടുള്ളവർക്കും വിശുദ്ധരായി മാറാം. അതൊരു വലിയ സാധ്യതയാണ്. ആരായിരുന്നു എന്നതിനേക്കാൾ ആരായി തീർന്നിരിക്കുന്നു എന്നതാണ് പ്രധാനം. ഒരാളിൽ സൃഷ്ടാവ് നിക്ഷേപിച്ചിട്ടുള്ള അമൂല്യമായ കഴിവ് അയാളുടെ സ്വയം പുനർസൃഷ്ടി ചെയ്യാനുള്ള ശേഷിയാണ്. നല്ലൊരു ശില്പിക്ക് കാട്ടുകല്ലിൽ നിന്ന് പോലും നല്ലൊരു ശില്പം നിർമ്മിക്കാൻ കഴിയും. പുതിയതെല്ലാം പഴയതാകാൻ
കാലത്തിൻ്റെ ഇടപെടൽ മതി. പഴയതിനെയെല്ലാം പുതുതാക്കാൻ നാം നമ്മുടെ പുനഃസൃഷ്ടി വൈഭവം ഉപയോഗിക്കണം. പ്രതികളാക്കപ്പെട്ടവരെല്ലാം എല്ലാം വിധി എന്ന് കരുതി നിസ്സംഗരാകുകയോ നിർജീവരാവുകയോ പ്രതികരിക്കാത്തതിന് മുതിരുകയോ ചെയ്യാതെ ദൈവം അവരിൽ നിക്ഷേപിച്ചിട്ടുള്ള സ്വയം പുനർസൃഷ്ടിക്കാനുള്ള കഴിവ് ഉപയോഗിച്ച് സംഭവിച്ചു പോയ തെറ്റുകൾക്ക് പ്രതിവിധി തേടുകയും പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്താൽ വിശുദ്ധരായി രൂപാന്തരപ്പെടാൻ സാധ്യമാകും. ഈ കണ്ണുനീർ ഈ കഥ ഒരാൾ വാട്സപ്പിൽ അയച്ചു തന്നതാണ്. എഴുതിയത് ആരെന്ന് അറിയില്ല, എങ്കിലും ആ എഴുത്തുകാരൻ സമൂഹത്തിന് ഒരു നല്ല സന്ദേശം കൊടുക്കുന്നുണ്ട്. ഹൃദയം കൊണ്ട് വായിച്ചു നോക്കൂ. അച്ഛന് പ്രായമായി തുടങ്ങിയിരുന്നു. നടക്കുമ്പോൾ മതിലിലും ഭിത്തിയിലും ഒക്കെ പിടിച്ചു നടക്കും. തൻഫലമായി അച്ഛൻ തൊടുന്നിടത്തെല്ലാം ചുവരുകൾ നിറമങ്ങുകയും ചുവരുകളിൽ അച്ഛൻ്റെ വിരലടയാളം പതിയുകയും ചെയ്തു. എൻ്റെ ഭാര്യ ഇത് കണ്ടുപിടിച്ചു. വൃത്തി പോയി എന്ന് അവൾക്ക് മാത്രം തോന്നിയ ചുവരുകളെക്കുറിച്ച് പലപ്പോഴും പരാതിപ്പെടുമായിരുന്നു. ഒരു ദിവസം അച്ഛന് തലവേദന വന്നു. അത് അസഹ്യമായപ്പോൾ അദ്ദേഹം തലയിൽ കുറച്ച് എണ്ണ വെച്ച് സ്വയം മസാജ് ചെയ്തു. അതോടെ എണ്ണമയമുള്ള കൈതൊട്ട് നടക്കുമ്പോൾ ചുവരുകളിൽ എണ്ണപ്പാടുകൾ പ്രത്യക്ഷമായി. ഇത് കണ്ട് ഭാര്യ എന്നോട് നിലവിളിച്ചു പറഞ്ഞു, നടക്കുമ്പോൾ അച്ഛനോട് ചുവരുകളിൽ തൊടരുതെന്ന് പറയാൻ. തുടർന്ന് ഞാൻ അച്ഛനോട് കയർക്കുകയും മോശമായി സംസാരിക്കുകയും ചെയ്യേണ്ടി വന്നു. അച്ഛൻ വേദനയോടെ എന്നെ നോക്കി. എൻ്റെ പെരുമാറ്റത്തിൽ എനിക്ക് ലജ്ജ തോന്നി. പക്ഷെ അച്ഛൻ ഒന്നും പറഞ്ഞില്ല. പുറത്ത് നടക്കുന്നതിനിടയിൽ അച്ഛൻ മതിലിൽ പിടിച്ചു നിന്ന് കിതയ്ക്കുകയായിരുന്നു. പിന്നെ ഒരു ദിവസം പിടിവിട്ട് താഴെ വീണു. കിടപ്പിലായ അദ്ദേഹം താമസിയാതെ ഞങ്ങളെ വിട്ടുപോയി. പിന്നീട് പലപ്പോഴും എനിക്ക് കുറ്റബോധം തോന്നി തുടങ്ങി. അച്ഛൻ്റെ ഭാവങ്ങൾ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ല. താമസിയാതെ അദ്ദേഹത്തിൻ്റെ വിയോഗം എനിക്ക് കൂടുതൽ വേദനയുണ്ടാക്കി. കുറച്ചു കാലത്തിന് ശേഷം വീട് പെയിൻറ് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പെയിൻറ് ചെയ്യുന്നവർ വന്നപ്പോൾ മുത്തച്ഛനെ കൂടുതൽ സ്നേഹിച്ചിരുന്ന എൻ്റെ മകൻ അച്ഛൻ്റെ വിരലടയാളം വൃത്തിയാക്കാനും ആ ഭാഗങ്ങൾ മായ്ക്കാനും പെയിൻറ് ചെയ്യുന്നവരെ അനുവദിച്ചില്ല. പെയിൻറ് ജോലിക്കാർ വളരെ നല്ലവരും ഐഡിയ ഉള്ളവരുമായിരുന്നു. അച്ഛൻ്റെ വിരലടയാളങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഈ അടയാളങ്ങൾക്ക് ചുറ്റും മനോഹരമായൊരു വൃത്തം വരച്ച് തനതായ ഒരു ഡിസൈൻ അവർ സൃഷ്ടിച്ചു. പിന്നീട് അച്ഛൻ്റെ കൈമുദ്ര പതിഞ്ഞ ചുമരിലെ ആ ചിത്രകല ഞങ്ങളുടെ വീടിൻ്റെ ഹൈലൈറ്റായി മാറുകയും ചെയ്തു. ഞങ്ങളുടെ വീട് സന്ദർശിക്കുന്ന ഓരോ വ്യക്തിയും ഞങ്ങളുടെ അതുല്യമായ ആ രൂപകൽപ്പനയെ അഭിനന്ദിച്ചു. കാലം ചെല്ലുന്തോറും എനിക്കും വയസ്സായി. ഇപ്പോൾ എനിക്ക് നടക്കാൻ മതിലിൻ്റെ താങ്ങ് ആവശ്യമായിരിക്കുന്നു. ഒരു ദിവസം നടക്കുമ്പോൾ അച്ഛനോടുള്ള എൻ്റെ ആ കയർത്ത വാക്കുകൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വന്ന ഉടനെ മതിലിൽ പിടിക്കാതെ ഞാൻ നടക്കാൻ ശ്രമിച്ചു. എൻ്റെ മകൻ ഇത് കാണുന്നുണ്ടായിരുന്നു. അവൻ ഉടനെ എൻ്റെ അടുത്ത് വന്ന് നടക്കുമ്പോൾ മതിലുകളിൽ പിടിച്ച് നടക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരു നിമിഷം നിന്നു. നിശബ്ദമായി, കണ്ണുകൾ നീരണിയുന്നത് അവൻ കാണാതിരിക്കാൻ. ഞാൻ താഴേക്ക് നോട്ടം മാറ്റി. മതിലിൻ്റെ താങ്ങില്ലാതെ ഞാൻ ലേശം നടന്നു നോക്കി. ഞാൻ വീഴുമോ എന്ന ആശങ്ക ഉണ്ടായപ്പോൾ മകൻ്റെ കൈ എന്നെ ചേർത്ത് പിടിക്കുന്നത് എനിക്ക് എൻ്റെ പുറത്ത് അനുഭവപ്പെട്ടു. ഇതെല്ലാം കണ്ടു നിന്നിരുന്ന എൻ്റെ ചെറുമകൾ ഉടൻ തന്നെ മുന്നോട്ട് വന്ന് അവളുടെ തോളിൽ കൈവച്ച് നടക്കാൻ സ്നേഹപൂർവ്വം എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ഏതാണ്ട് നിശബ്ദമായി ഉള്ളിൽ കരയാൻ തുടങ്ങി. എൻ്റെ പിതാവിന് വേണ്ടി ഞാനും ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം കുറേ നാൾ കൂടി ഞങ്ങളോടൊപ്പം ജീവിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കൊച്ചുമകൾ എന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സോഫയിൽ ഇരുത്തി. എന്നിട്ട് എനിക്ക് കാണിച്ചു തരാൻ അവളുടെ ഡ്രോയിങ് ബുക്ക് എടുത്തു. ടീച്ചർ അവളുടെ ഡ്രോയിങ്ങിനെ അഭിനന്ദിക്കുകയും മികച്ച അഭിപ്രായങ്ങൾ നൽകുകയും ചെയ്തിരിക്കുന്നത് ഞാനതിൽ കണ്ടു. ഞങ്ങളുടെ വീടിൻ്റെ ചുവരുകളിലെ അച്ഛൻ്റെ കൈമുദ്രയായിരുന്നു അവൾ ബുക്കിൽ വരച്ച രേഖാചിത്രം. അതിന് കീഴെ അവളുടെ അടിക്കുറിപ്പ് ഇങ്ങനെ: എല്ലാ കുട്ടികളും മുതിർന്നവരെ ഒരേ രീതിയിൽ സ്നേഹിക്കട്ടെ. ഞാൻ തിരികെ എൻ്റെ മുറിയിൽ വന്ന് കരയാൻ തുടങ്ങി.
ഇന്നില്ലാത്ത എൻ്റെ അച്ഛനോട് ഞാൻ ക്ഷമ ചോദിച്ചു. കാലത്തിനനുസരിച്ച് നാമും വൃദ്ധരാകുന്നു. നമുക്ക് നമ്മുടെ മുതിർന്നവരെ പരിപാലിക്കാം, നമ്മുടെ കുട്ടികളെയും അത് പഠിപ്പിക്കാം. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ പണമോ വിദ്യാഭ്യാസമോ അത് ഈ ലോകം മൊത്തം ചുറ്റിക്കണ്ട അറിവല്ല, മറ്റൊരാളെ വേദനിപ്പിക്കാതെ സംസാരിക്കാനും പെരുമാറാനുമുള്ള കഴിവാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ പണമോ വിദ്യാഭ്യാസമോ അത് ഈ ലോകം മൊത്തം ചുറ്റിക്കണ്ട അറിവല്ല, മറ്റൊരാളെ വേദനിപ്പിക്കാതെ സംസാരിക്കാനും പെരുമാറാനുമുള്ള കഴിവാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം. വർഷങ്ങൾക്ക് ശേഷം കല്യാണം വർഷങ്ങൾക്ക് കളി അവസാനിച്ചു എന്ന് ലോകം വിധി എഴുതിയ അവസാന 10 മിനിറ്റ്. അവിടെയാണ് അർജൻറ്റീന അവതരിക്കുന്നത്, വിശ്വരൂപം കാട്ടുന്നത്. കളി മികവിനപ്പുറം നായകത്വവും ഒരുപോലെ തെളിയുന്ന പ്രതിഭയാണ് ലയണൽ മെസ്സി. ഒരുപക്ഷെ പരാജയത്തിലേക്ക് പോകുമായിരുന്ന സാധ്യതകളെ കൃത്യതയോടെ അയാൾ വിജയത്തിലേക്ക് നയിക്കുന്നു. അളന്ന് മുറിച്ചതുപോലെ 2 അസിസ്റ്റുകൾ പിറന്നത് ലോകകപ്പ് ഫൈനലിലേക്കുള്ള 2 ഗോളുകൾ. തുടർച്ചയായ 2ാം ഫൈനലിലേക്ക് ആൽബി സെലസ്റ്റുകളും അതിൻ്റെ 3ാം ഫൈനലിലേക്ക് മെസ്സിയും. ഒരിറ്റ് പ്രതീക്ഷ ബാക്കിയുണ്ടാകുന്ന നിമിഷം വരെയും പരാജയം സമ്മതിക്കരുതെന്ന് എന്ന പാഠം വീണ്ടും പഠിപ്പിച്ച ഫുട്ബോൾ ഈ ജീവിതമാണ് ലഹരി. ഞാൻ മനുഷ്യന്റെ ചരിത്രം, ഞാനൊരു 5 കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത് തോന്നിയിട്ടുണ്ടോ എന്ന് എന്നോട് പറയുക. കാരണം ഈ ലോകത്ത് നിന്ന് മേലേ മാനം മാനം നീളേ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലേ മേലേ മാനം മാനം നീളേ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. വേനൽ കീനാവിൻ്റെ ചെപ്പിൽ വീണു മായങ്ങുമെൻമുത്തേ നിന്നെ തഴുകി തലോടാൻ നിർവൃതിയോടെ പുണരാൻ ജന്മാന്തരത്തിൻ പുണ്യം പോ
നീളേ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മാടി വിളിക്കുന്നു ദൂരെ മായാത്ത സ്നേഹത്തിൻ തീരം, ആരും കൊതിക്കുന്ന തീരം, ആനന്ദ പാൽക്കടലോലം കാണാതെ കാണും സ്വപ്നം കാണാൻ പോരൂ പോരൂ ചാരേ മൂവന്തി ചൊയലും മുത്തേ മേലേ മേലേ മാനം മാനം നീളേ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലേ മേലേ മാനം മാനം നീളേ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ എല്ലാവർക്കും കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആശംസകൾ.